ഒരു പ്രവാചകനെ കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു ശുശ്രൂഷകനെ കാണുമ്പോൾ അവൻ ചെയ്യുന്ന പ്രവൃത്തികൾ അത് ശരിയാണോ തെറ്റാണോ എന്ന് അവൻ്റെ ഫലം കൊണ്ട് തിരിച്ചറിയണം എന്നാണ് യേശു പറഞ്ഞത്. നിഷേധാത്മകമായ കാര്യങ്ങളെ വിലയിരുത്തരുത് എന്നർത്ഥമല്ല വിധി എന്ന് പറയുന്നത്. പാപം ചെയ്യുന്നവരെ പാപികൾ എന്ന് വിളിക്കും, അല്ലേ? കുല ചെയ്യുന്നവരെ കുലപാതകൻ എന്ന് വിളിക്കും, വ്യഭിചാരം ചെയ്യുന്നവനെ വ്യഭിചാരി എന്ന് വിളിക്കും. ഇതെല്ലാം തത്വത്തിൽ വിധി തന്നെയാണ്. വസ്തുതകൾ അറിയാതെ നമ്മൾ ആരെയും വിമർശിക്കാതിരിക്കുക, സംശയ വിചാരങ്ങളെ വിമർശിക്കരുത്. എല്ലാ പ്രേക്ഷകർക്കും നല്ല നമസ്കാരം. യേശുവിൻ്റെ ഉപദേശങ്ങളിൽ വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്ന ഒരു ഉപദേശമാണ് മറ്റുള്ളവരെ വിധിക്കരുത് എന്നുള്ള കൽപ്പന. അത് കൂടുതലും ആത്മീയ ഗോളത്തിലാണ് ആ വാക്യം ഉപയോഗിക്കപ്പെടുക. അതിനെക്കുറിച്ച് അല്പമായി തിരുവചന വെളിച്ചത്തിൽ ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നു. മറ്റുള്ളവരെ വിധിക്കരുത് എന്ന യേശുവിൻ്റെ കൽപ്പനയാണ് യേശു പറഞ്ഞ വചനങ്ങളിൽ ഏറ്റവും വ്യാപകമായി ഉദ്ധരിക്കപ്പെട്ടത്. ഇത് ഉദ്ധരിക്കുന്നത് അതിൻ്റെ സന്ദർഭത്തെ പൂർണ്ണമായും അവഗണിച്ചുകൊണ്ടാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് കൂടുതലും ആത്മീയ ഗോളത്തിലുള്ള പാസ്റ്റേഴ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ദൈവദാസന്മാരെന്ന് പറയുന്നവർ വിശ്വാസികളെ പറഞ്ഞ് പേടിപ്പിച്ച് വച്ചിരിക്കുന്ന ഒരു വാക്യമാണ് മത്തായിയുടെ സുവിശേഷം 7-ാമത്തെ അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം. അവിടെ ഇപ്രകാരം പറയുന്നു, വിധിക്കരുത്, അല്ലെങ്കിൽ നിങ്ങളും വിധിക്കപ്പെടും. ഈ വാക്യം ക്രൈസ്തവ ഗോളത്തിൽ വളരെ ഭീതിപ്പെടുത്തുന്നതാണ്. ഒട്ടുമിക്ക പേരും കരുതി വച്ചിരിക്കുന്നത് ഒരാളുടെ കുറവിനെ ചൂണ്ടിക്കാണിച്ചാൽ, ഒരാൾ ചെയ്ത തെറ്റിനെ ചൂണ്ടിക്കാണിച്ചാൽ അത് വിധിയാണ്, അങ്ങനെ ജഡ്ജ്മെൻറ്റ് നമ്മൾ ചെയ്യരുത്, അത് ദൈവം നോക്കിക്കൊള്ളും എന്നുള്ള ചിന്താഗതിക്കാരാണ് കൂടുതൽ ആൾക്കാർ, വിശേഷിച്ച് വേർപെട്ട വിശ്വാസികളെന്ന് പറയുന്നവർ. അതുകൊണ്ട് കർത്താവിൻ്റെ വേല ചെയ്യുന്നവർ എന്ന് പറയുന്നവർ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ അത് ഒരു കാരണവശാലും വിശ്വാസികൾ അത് വിമർശന വിധേയമാക്കില്ല. എന്ന് വെച്ചാൽ അത് കുറ്റപ്പെടുത്തുകയില്ല. അത് കർത്താവ് പറഞ്ഞ വിധി എന്നുള്ള വാക്കുകളിൽ ഒതുക്കിക്കൊണ്ട് ഭയത്തോടു കൂടെയാണ് ആ വരുന്ന വിഷയത്തെ അവർ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് ആരും വിധിക്കാറില്ല. ഇത് ഭയപ്പെടുന്നൊരു വാക്യമാണ്. അപ്പോൾ ഈ വാക്യം വെച്ചുകൊണ്ട് തന്നെയാണ് കർത്താവിൻ്റെ വേലക്കാരെന്ന് പറയുന്നവരും ഭയപ്പെടുത്തുന്നത്. ദൈവമാണ് എന്നെ വിധിക്കേണ്ടത്, നിങ്ങളല്ല എന്നുള്ള വ്യാഖ്യാനങ്ങൾ അവർ പറഞ്ഞുകൊണ്ട് ഇതൊരു ആയുധം പോലെ അവർ ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അത് വിശ്വാസികളായാൽ തന്നെയും ആരെയും വിധിക്കരുത് എന്നുള്ള പദമാണ്. വിധിയും വിമർശനവും തമ്മിൽ ധാരാളം വ്യത്യാസമുണ്ട്. എന്നാലും ഈ ഒരാളെ ഒരു തെറ്റ് ചൂണ്ടിക്കാണിക്കുന്നത് വിധിയായിട്ടാണ് പൊതുവേ നമ്മൾ ചിന്തിച്ചു വച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഒരു തെറ്റ് കണ്ടാൽ അത് തിരുത്തപ്പെടാൻ വിമുഖത കാണിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. വിധിക്കരുത് എന്ന് യേശു പറഞ്ഞ ഈ വാക്യം നിഷേധാത്മകമായി എന്തെങ്കിലും കണ്ടിട്ട് നമ്മളതിനെ എതിർക്കരുത്, അല്ലെങ്കിൽ അതിനെ വിമർശിക്കരുത് എന്നർത്ഥം വരുന്നില്ല. ഒരിക്കലും യേശു പറഞ്ഞതിൻ്റെ ഉദ്ദേശം അതല്ലായിരുന്നു. യേശുവിൻ്റെ വിധിക്കരുത് എന്ന് പറയുന്ന കൽപ്പന നമ്മളുടെ മുമ്പിൽ വരുന്ന നിഷേധാത്മകമായ കാര്യങ്ങളെ വിലയിരുത്തുന്നതിന് അതൊരു തടയായിട്ട് നമുക്ക് തോന്നാം. കാര്യം വിധിക്കരുത് എന്നുള്ള പദം നമ്മൾ അങ്ങനെ തന്നെ എടുക്കുകയാണെങ്കിൽ നെഗറ്റീവായ ഒരു കാര്യത്തെ നമുക്ക് വിശകലനം നടത്താനോ അത് തെറ്റെന്ന് പറയാനോ സാധ്യമല്ലാതെ വരും. നമ്മൾ തിരുവചനം വായിക്കുമ്പോൾ യേശു ഈ വിധി എന്ന് പറഞ്ഞത്, വിധിക്കരുത് എന്ന് പറഞ്ഞത് ചില സന്ദർഭങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ആ സന്ദർഭങ്ങളിൽ നിന്നുകൊണ്ടാണ് യേശു അത് സംസാരിച്ചത്. അല്ലാതെ നെഗറ്റീവായിട്ട് അല്ലെങ്കിൽ നിഷേധാത്മകമായ എന്തെങ്കിലും ഒരു വസ്തുത നടക്കുമ്പോൾ
അത് കണ്ടുകൊണ്ട് വെറുതെ ഇരിക്കുക അല്ലെങ്കിൽ അതിന് കുറ്റം പറയരുത് എന്നല്ല യേശു പറഞ്ഞത്. അത് പറയാനുള്ള കാരണം, നമ്മളിപ്പോൾ വായിച്ച മത്തായിയുടെ സുവിശേഷത്തിലെ ആ വാക്യത്തിൻ്റെ തുടർമാനമായിട്ടുള്ള ഭാഗം, 7-ാം അധ്യായത്തിൽ തുടർമാനമായിട്ടുള്ള ഭാഗത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു. 6-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ യേശു തന്നെ പറയുകയാണ്, വിശുദ്ധമായത് നായ്ക്കൾക്ക് കൊടുക്കരുത്, നിങ്ങളുടെ മുത്തുകൾ പന്നികൾക്ക് എറിയരുത്. അത് കഴിഞ്ഞ് കുറച്ച് താഴെ വരുമ്പോൾ അതിൻ്റെ 15-16 വാക്യങ്ങളിൽ യേശു പറയുന്നു, കള്ളപ്രവാചകന്മാരെ സൂക്ഷിക്കുക, അവരുടെ ഫലത്താൽ നിങ്ങൾ അവരെ തിരിച്ചറിയും. അപ്പം ഇങ്ങനെയുള്ള വാക്യങ്ങൾ വിധിക്കരുത് എന്ന് പറഞ്ഞതിന് ശേഷം യേശു പറഞ്ഞതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതൊരു കാര്യം, യേശു പറയുന്നത് വിശുദ്ധമായത് നായ്ക്കൾക്ക് കൊടുക്കരുത്. അതായത് നായ്ക്കൾക്ക് കൊടുക്കാതിരിക്കണമെങ്കിൽ അത് നായ്ക്കൾ എന്ന് നമ്മൾ തിരിച്ചറിയണമല്ലോ. മാത്രമല്ല മുത്തുകൾ പന്നികളുടെ കൂട്ടത്തിൽ എറിയരുത് എന്ന് വെച്ചാൽ അത് ചീന്തിക്കളയുന്നവരാണെങ്കിൽ അത് എറിയരുത്, അങ്ങനെയുള്ളവരെ നമ്മൾ തിരിച്ചറിയണമല്ലോ. മാത്രമല്ല പ്രവാചകന്മാരെ സൂക്ഷിക്കാൻ പറയുന്നു 15-16 വാക്യങ്ങൾ. അവരുടെ ഫലത്താൽ നിങ്ങളവരെ തിരിച്ചറിയും എന്ന് പറയുന്നു. അപ്പോൾ അവരുടെ ഫലം കൊണ്ട് നമുക്കവരെ വിലയിരുത്താൻ കഴിയും എന്നല്ല യേശു പറഞ്ഞത്. ഒരു പ്രവാചകനെ കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു ശുശ്രൂഷകനെ കാണുമ്പോൾ അവൻ ചെയ്യുന്ന പ്രവൃത്തികൾ അത് ശരിയാണോ തെറ്റാണോ എന്ന് അവൻ്റെ ഫലം കൊണ്ട് തിരിച്ചറിയണം എന്നാണ് യേശു പറഞ്ഞത്. അത് യേശു വിധിക്കരുത് എന്ന് പറഞ്ഞത് നമ്മൾ അക്ഷരാർത്ഥത്തിൽ ആരെയും കുറ്റപ്പെടുത്തരുത് എന്നുള്ളതാണെങ്കിൽ ഈ പറഞ്ഞ കാര്യം, ഈ പറഞ്ഞ കള്ളപ്രവാചകന്മാരെ നമ്മൾ എങ്ങനെ തിരിച്ചറിയും? അത് ഉപദേശപരമായ കാര്യങ്ങളെ എങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ കഴിയും? നമുക്ക് ഈ വാക്യം വായിക്കുമ്പോൾ തൊട്ടു താഴെ യേശു പറഞ്ഞ കാര്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്ന ഒരു യാഥാർത്ഥ്യം ഇത്രയേ ഉള്ളൂ. നമുക്ക് വിവേചിക്കാൻ ദൈവം പെർമിഷൻ തരുന്നുണ്ട്. ശരിയും തെറ്റും ചികഞ്ഞെടുക്കുവാൻ, ശരിയും തെറ്റും മനസ്സിലാക്കി ശരിയായിട്ടുള്ളതിനെ സ്വീകരിക്കാനും ശരിയല്ലാത്തതെ മാറ്റിവെക്കാനും യേശു നമുക്ക് അനുവാദം തരുന്നു എന്നുള്ളതാണ് ആ ഭാഗത്തിൽ നമ്മൾ തുടർമാനമായി വായിച്ചു വരുമ്പോൾ മനസ്സിലാകുന്നത്. കള്ളപ്രവാചകന്മാരെ നാം തിരിച്ചറിയണം, ഫലം കൊണ്ട് തിരിച്ചറിയണം. അത് തിരിച്ചറിയണമെങ്കിൽ കള്ളപ്രവാചകർ എന്ന് നമ്മൾ വിലയിരുത്തണമല്ലോ, അതവരുടെ പ്രവൃത്തികൾ കൊണ്ട് നമ്മൾ വിലയിരുത്തണമല്ലോ. അപ്പം നിഷേധാത്മകമായ കാര്യങ്ങളെ വിലയിരുത്തരുത് എന്നർത്ഥമല്ല വിധി എന്ന് പറയുന്നത്. തെറ്റായ കാര്യത്തെ തെറ്റെന്ന് പറയുകയും തെറ്റായ കാര്യത്തെ ഒഴിവാക്കി നിർത്തുകയും ചെയ്യണം എന്നുള്ളതാണ് നമുക്ക് യേശു പറഞ്ഞ കാര്യത്തിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയുക. അതുപോലെ തന്നെ നമ്മൾ പൊതുവെ നമ്മൾ പാപികളെ പാപികൾ എന്നാണല്ലോ വിളിക്കുക. പാപം ചെയ്യുന്നവരെ പാപികൾ എന്ന് വിളിക്കും, അല്ലേ? കുല ചെയ്യുന്നവരെ കുലപാതകൻ എന്ന് വിളിക്കും, വ്യഭിചാരം ചെയ്യുന്നവനെ വ്യഭിചാരി എന്ന് വിളിക്കും. ഇതെല്ലാം തത്വത്തിൽ വിധി തന്നെയാണ്. അപ്പോൾ ആരെയും കുറ്റപ്പെടുത്തരുത് എന്നതാണ് വിധിയുടെ സങ്കല്പമെങ്കിൽ, അല്ലെങ്കിൽ വിധിയുടെ വ്യാഖ്യാനം, നമ്മൾ കൊടുക്കുന്ന വ്യാഖ്യാനം അതാണെങ്കിൽ, നമ്മൾ അനുദിനം എത്രയോ പേരെ വിധിക്കുന്നു, എത്രയോ പേരെ നമ്മൾ പാപികളെന്ന് പറയും. സുവിശേഷം പറയുമ്പോൾ പോലും പാപികളെ പാപികൾ എന്ന പദം പ്രയോഗിച്ചാണ് നമ്മൾ പ്രയോഗിക്കാറ്. അതുപോലെ വ്യഭിചാരികളെ വ്യഭിചാരികളെന്നും കുലപാതകനെ കുലപാതകനെന്നും ആണല്ലോ വിളിക്കാറ്. അങ്ങനെയാണെങ്കിൽ യേശു പറഞ്ഞത് ഈ നിഷേധാത്മകമായ ചിന്തകളെ അല്ലെങ്കിൽ നിഷേധാത്മകമായ കാര്യങ്ങളെ അത് തിരിച്ചറിഞ്ഞ് മാറ്റിവെക്കരുത് എന്ന അർത്ഥത്തിലല്ല കർത്താവ് വിധി എന്ന പദം ഉപയോഗിച്ചത്. അപ്പോൾ തെറ്റിനെ ചൂണ്ടിക്കാണിക്കുന്നതാണ് വിധി എന്ന ആ ഒരു പ്രസ്താവന നമ്മൾ പൂർണ്ണമായും മാറ്റിവെക്കുക. ജഡ്ജ്മെൻറ്റ് എന്ന് പറയുന്നത് ദൈവം തന്നെയാണ് ജഡ്ജ് ചെയ്യുന്നത്, അത് യാതൊരു സംശയവുമില്ല. പക്ഷേ ശരിയും തെറ്റും വിധിക്കാനായിട്ട്, ശരിയും തെറ്റും തിരിച്ചറിയാനായിട്ട്, ശരിയും തെറ്റും ചികഞ്ഞു മാറ്റാനായിട്ട് ദൈവം വിശ്വാസികൾക്ക് അനുമതി നൽകിയിരിക്കുന്നു. മനസ്സിലാകുന്നു? അത് നമ്മൾ പഴയ നിയമം വായിക്കുമ്പോൾ ന്യായാധിപന്മാരുടെ പുസ്തകം എന്നൊരു പുസ്തകം നമുക്ക് കാണാൻ കഴിയും. ആ പുസ്തകം ഇസ്രായേൽ ജനത്തെ
ന്യായം തീർക്കാൻ, അല്ലെങ്കിൽ ഇസാജലത്തിൽ വരുന്ന പ്രശ്നങ്ങളെ പരിഹരിക്കാൻ വേണ്ടി ദൈവം തന്നെ ഉയർത്തിയ ന്യായാധിപന്മാരുടെ കഥയാണ് അവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പം നമ്മൾ ചിലപ്പോൾ പറയാതെ പഴയ നിയമത്തിലല്ലയോ, പുതിയ നിയമത്തിലും യേശു പറഞ്ഞത് പ്രവാചകന്മാരെ നീക്കാനല്ല ഞാൻ വന്നത്, അത് നിവർത്തിപ്പാനാണ് വന്നത്. പ്രവാചകന്മാരെയോ പ്രവചനങ്ങളെയോ നീക്കാനല്ല ഞാൻ വന്നത്, അത് നിവർത്തിപ്പാനാണ് വന്നത്. അപ്പം ന്യായാധിപന്മാരെ ദൈവം ആക്കി വെച്ചതും ശരിയും തെറ്റും മനസ്സിലാക്കി ശരിയെ മാറ്റാനും തെറ്റിനെ ഒഴിവാക്കാനും വേണ്ടിയാണ് ദൈവം ന്യായാധിപന്മാരെ ആക്കിയത്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ദൈവം ഇവിടെ വന്ന് വിധിക്കരുത് എന്ന് പദം പറയുമ്പോൾ ഒരിക്കലും നമ്മൾ ഒരാളെ കുറ്റം പറയുന്നതാണ് വിധി എന്നുള്ള നിലയിൽ ചിന്തിക്കാൻ പാടുള്ളതല്ല. ശരിയും തെറ്റും തിരിച്ചറിയാൻ വേണ്ടി നമുക്ക് ദൈവം കർത്താവ് അനുമതി തന്നിരിക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക.